1948 മെയ് 14 സ്വതന്ത്രമായപ്പോൾ തന്നെ പലസ്തീൻ ഒരു പ്രൊവിൻസ് ആവരത്തിലായിരുന്നു. പലസ്തീൻ രാഷ്ട്രം തന്നെ UN രൂപീകരിച്ചാണ്. അന്ന് അതവർ വിലങ്ങുതടിയായതിൻ്റെ പരിണത ഫലങ്ങളാണ് പിന്നത്തതിൽ അവർ അനുഭവിക്കേണ്ടി വന്നത്. 6750 ഈ 6750 കിലോമീറ്റർ കിടക്കുന്ന വെസ്റ്റ് ബാങ്കിലും അതുപോലുള്ള റമല്ല, അതിനകത്ത് യഥാർത്ഥത്തിൽ ഇന്നത്തെ നസറേത്ത്, അതുപോലെ തന്നെ ശമരിയയുടെ ഒരു ഭാഗങ്ങളൊക്കെ യേശുക്രിസ്തു സഞ്ചരിച്ച ഒരു ഭാഗങ്ങളാണ്. പക്ഷെ അന്ന് അവർക്ക് ഒരവസരമുണ്ടായിരുന്നു. 6750 കിലോമീറ്റർ സ്വന്തമായി എടുത്തുകൊണ്ട് അവർക്ക് നല്ല ഒരു വിമാനത്താവളവും നല്ലൊരു ഭരണകൂടവും ചുരുങ്ങിയ അളവിൽ UN അത് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ മൊത്തമായി ആഗ്രഹിച്ചത് ഇസ്രയേൽ എന്ന രാഷ്ട്രമല്ല, ജെറുസലേം അടക്കം അവരുടെ കരങ്ങളിൽ വേണം. അന്ന് തൊട്ട് ഈ പ്രശ്നം ആരംഭിക്കുക. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ടോക്കാണ്, ഇസ്രായേൽ ജനം അവിടെ അഭയാർത്ഥികളായിട്ട് കടന്നു വന്നവരാണ്, പാലസ്തീനികളാണ് അവർക്കൊരു അഭയസ്ഥാനം കൊടുത്ത് പിന്നീട് അവർക്ക് എതിരായിട്ട് അവർ പ്രവർത്തിച്ചതൊക്കെയാണ്. യഥാർത്ഥത്തിൽ അന്ന് ഈ ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുന്ന സമയത്ത് അതൊരു ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. ഈ പാലസ്തീനും ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അതിനുശേഷമാണ് UN ആണ് യഥാർത്ഥത്തിൽ ഇവർക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തത്. അന്ന് UN നിലവിൽ വരുന്നു. അതിന്റെ പിൻപിൽ ചരട് വലിച്ചത് മുഴുവൻ അമേരിക്കയും ബ്രിട്ടനും. അന്നത്തെ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ, അദ്ദേഹത്തിന്റെ കയ്യൊപ്പോട് കൂടിയ അന്ന് യഹൂദനോട് പല പ്രാവശ്യം പറഞ്ഞു, ആഫ്രിക്കയെ വേണേ തരാം, ഒരുപാട് രാജ്യങ്ങൾ ബ്രിട്ടന്റെ കോളനിയിലാണ്, അപ്പം കാനഡയിൽ വേണേ തരാം, അതുപോലെ പശ്ചിമേഷ്യ വേറെ എവിടെങ്കിലും തരാം. അവർക്കൊറ്റ വാക്കേ ഉള്ളു, അവരുടെ പിതാക്കൾ എന്ന് പറയുന്നതിൽ നടന്ന സ്ഥലം, അതുകൊണ്ടാണ് അബ്രഹാം കാൽ ചവിട്ടിയ സ്ഥലം, അത് അവർക്ക് വേണമെന്നവർ വ്യക്തമായി വാശി പിടിച്ചു. അബ്രഹാമിന്റെ തലമുറകളാ ഇന്നത്തെ യഹൂദന്മാർ. അതുകൊണ്ട് പറഞ്ഞത് അവർ പിന്നെ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടു കൂടി അത് ചിതറിയതിന് ശേഷമാണ് അവരുടെ പ്രൊവിൻസും പലസ്തീനികളുടെ കയ്യിൽ വരുന്നത്. അല്ലാതെ അത് പലസ്തീൻ രാഷ്ട്രമേ അല്ല, അബ്രഹാമിന്റെ തലമുറകളാ ഇവരെല്ലാവരും. അബ്രഹാമിന്റെ തലമുറയെന്ന് അവർക്ക് കിട്ടിയതാ. ഈ വിഷയം യഥാർത്ഥത്തിൽ ഷൈൻ പാസ്റ്റർ ഇത് ആരംഭിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന് തുടങ്ങിയ വിഷയമാണ് ഇത്. ഇസഹാക്കും ഇസ്മായിലും തമ്മിൽ തുടങ്ങിയ ഒരു വിഷയം. അതുകൊണ്ട് അവർക്ക് 3 സ്ഥലങ്ങൾ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. അതിലൊന്നാമത്തെ സ്ഥലമെന്ന് പറയുന്നത് ജെറുസലേം. അതൊരു കാരണവശാലും യഹൂദൻ വിട്ടുകൊടുക്കത്തില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാസ്റ്റർ ശ്രദ്ധിച്ചാൽ സോഷ്യൽ മീഡിയയിൽ കാണാം, ഇറാനെതിരെ ആക്രമണം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിലാപ മതിലിൽ പോയി തല അതിനകത്ത് കുമ്പിട്ടിട്ട് ഞങ്ങളൊരു ആലയത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് ഈ പോർക്കളത്തിലേക്ക് പോകുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ജനതയെ അഭിസംബോധന ചെയ്തിട്ട് റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിലേക്ക് എടുത്തിയാണ്.